ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് രാജസ്ഥാനിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് ക്രിസ്ത്യൻ സഭാ നേതാക്കൾ. കർശന വ്യവസ്ഥകൾ അടങ്ങിയ കരട് ബിൽ സംസ്ഥാന നിയമസഭയുടെ വരാനിരിക്കുന്ന സമ്മേളനത്തിൽ വോട്ടെടുപ്പിനായി അവതരിപ്പിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി ജോഗ്റാം പട്ടേൽ കഴിഞ്ഞ ദിനം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. BJP അധികാരത്തിലുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ഭജൻലാൽ ശർമ്മയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിച്ച ഈ ബിൽ നിർബന്ധിത മതപരിവർത്തനം തെളിയിക്കുന്ന കേസുകളിൽ 10 വർഷം വരെ തടവ് ശിക്ഷ നിർദ്ദേശിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു മതത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 60 ദിവസം മുമ്പെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയാൽ മതപരിവർത്തന നിരോധന നിയമം പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ 12ാമത്തെ സംസ്ഥാനമായി രാജസ്ഥാൻ മാറും. നിലവിൽ BJP ഭരിക്കുന്ന 11 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ നിയമം നിലവിലുണ്ട്. ഇതുപോലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നടപ്പാക്കുമ്പോൾ നിയമവിദഗ്ധരായും സമുദായ നേതാക്കന്മാരുമായും ചർച്ച നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ജയ്പൂരിലെ ബിഷപ്പ് ജോസഫ് കല്ലറയ്ക്കൽ എടുത്തു പറഞ്ഞു. അതോടൊപ്പം ഈ നിയമം നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനത്തെ ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റായ മീനാക്ഷി സിംഗ് അപലപിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ആളുകൾക്ക് ഇഷ്ടമുള്ള ഏത് മതവും വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നും അവർ പറഞ്ഞു. ബലപ്രയോഗത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ഉള്ള മതപരിവർത്തനത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നും മീനാക്ഷി വ്യക്തമാക്കി. പുതിയ നിയമം രാജസ്ഥാനിൽ അവിശ്വാസത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചേക്കുമെന്നും സാമുദായിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന മതസൗഹാർദ്ദം തകർക്കുമെന്നും മീനാക്ഷി സിംഗ് കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ഈ നിയമം നടപ്പാക്കാനുള്ള തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഡൽഹി അതിരൂപതയുടെ ഫെഡറേഷൻ ഓഫ് കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റ് AC മൈക്കിളും പ്രസ്താവിച്ചു.